ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. പരിസ്ഥിതി സൗഹൃദ പാർക്കിലൊക്കെ പോയി ആസ്വദിക്കണമെങ്കിൽ നഗരത്തിൽ നിന്ന് അല്പം വിട്ട് സഞ്ചരിക്കേണ്ടി വരും അല്ലേ? എന്നാൽ കോഴിക്കോടിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നഗരഹൃദയത്തിൽ 200 ഏക്കറിൽ ഒരു പാർക്കുണ്ട്. വെറും ഒരു പാർക്കല്ല, ഇതൊരു ജൈവ ഉദ്യാനമാണ്. കോഴിക്കോട്ടെ സരോവരം പാർക്ക്. കനോലി കനാലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഉദ്യാനം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. രാജ്യത്തെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട കണ്ടൽക്കാട് സംരക്ഷണ കേന്ദ്രം കൂടിയാണ് സരോവരം പാർക്ക്. ഉദ്യാനത്തിന്റെ വിശേഷങ്ങൾ തേടി യാത്ര തിരിക്കുകയാണ് സമീർ സി മുഹമ്മദ്. കോഴിക്കോട് സരോവരം പാർക്കിൽ നിന്നുള്ള കാഴ്ചകളിലേക്ക്. നഗരവാസികൾക്ക് തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഒരിടം, ഒപ്പം കണ്ടൽക്കാടുകളുടെ സംരക്ഷണവും. സരോവരം ജൈവ ഉദ്യാനത്തിൽ കാഴ്ചകൾ നിരവധിയുണ്ട്. പോകാം ആ വിശേഷങ്ങളിലേക്ക്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3.8 കിലോമീറ്റർ മാത്രം ദൂരം, ബസ് സ്റ്റാൻഡിൽ നിന്ന് 2.2 കിലോമീറ്റർ മാത്രവും പ്രകൃതി ഭംഗിക്ക് പേരുകെട്ട സരോവരം പാർക്കിലെത്താം. നമ്മളങ്ങനെ സരോവരം പാർക്കിലെത്തിയിരിക്കുകയാണ്. കനാലിന് കുറുകെയുള്ള ഈ പാലം കടന്നാൽ ഉദ്യാനത്തിലെത്താം. അപ്പോൾ നമുക്ക് പോകാം. കണ്ടൽക്കാടുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പരിസ്ഥിതി സൗഹൃദ പാർക്കാണ് സരോവരം ബയോ പാർക്ക്. 200 ഏക്കർ സ്ഥലത്ത് വിശാലമായി കിടക്കുന്ന ഉദ്യാനം. ഈ ജൈവ ഉദ്യാനത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ നടപ്പാത. കനോലി കനാലിനോട് ചേർന്നുള്ള ഈ നടപ്പാതയും ഇരുവശങ്ങളിൽ നിന്നുമായി തൂങ്ങി നിൽക്കുന്ന മരങ്ങളും നയന മനോഹര കാഴ്ചയാണ്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നടപ്പാതയ്ക്കൊപ്പം ബോട്ടിംഗ്, വാട്ടർ പാർക്ക്, ബട്ടർഫ്ലൈ പാർക്ക്, പക്ഷി സങ്കേതം, മ്യൂസിക്കൽ ഫൗണ്ടൻ, ഓപ്പൺ എയർ തിയേറ്റർ എന്നിവ ഇവിടെ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നല്ല വെതറാണല്ലോ, ഈ മഴയൊക്കെ തോർന്ന് ഇവിടെ നിൽക്കുമ്പോഴാണ് ഏറ്റവും സുഖം. മനോഹരമായിരിക്കുന്നത്. എനിക്കൊന്ന് സിറ്റിയുടെ തിരക്കിനിടയിൽ ഇങ്ങനത്തെ ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. കനാലിനോട് ചേർന്ന ഇരിപ്പിടങ്ങളിൽ സായാഹ്നം ചെലവഴിക്കാൻ എത്തുന്നത് നിരവധി പേർ. ഞാൻ US വന്നതാണ്. അപ്പോൾ അവിടുത്തെ ഇതിനനുസരിച്ചിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷം. സോ ബ്യൂട്ടിഫുൾ, നാച്ചുറൽ ബ്യൂട്ടി. 2008 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്ത പാർക്കിലേക്ക് രാവിലെ 6 മുതൽ 9 വരെ പ്രവേശനം സൗജന്യമാണ്. പിന്നീടുള്ള സമയം മുതിർന്നവർക്ക് 20ഉം കുട്ടികൾക്ക് 10 രൂപയുമാണ് പ്രവേശന ഫീസ്. രാജ്യത്തെ പ്രധാനപ്പെട്ട 27 തണ്ണീർത്തടങ്ങളിലൊന്നാണ് ഈ ബയോ പാർക്ക്. വിവിധ ഇനം സസ്യങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയുടെ സുരക്ഷിത താവളമാണിത്. 7 കണ്ടൽ ഇനങ്ങളും 29 അനുബന്ധ ഇനങ്ങളും ഈ പ്രദേശത്ത് വളരുന്നുണ്ട്. ഉദ്യാനത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകി ഓപ്പൺ ജിമ്മും സജ്ജീകരിച്ചിട്ടുണ്ട്. ഡെയിലി വരുന്നതാണ്. ഒരു 7 മണിക്ക് വരും, 9 മണി വരെ ചെയ്യും, തിരിച്ചു പോകും. ഇന്നിപ്പോൾ കുറച്ച് ആൾ കുറവാണ്, മഴയായിട്ടായിരിക്കും തോന്നുന്നു. അതിൻ്റെ നന്നായി പോകണം. കുറച്ചായി, ഇപ്പോൾ 4 വർഷമായി ഇപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തതിനെ കൊണ്ട് വരുന്നവർക്ക് പണ്ട് നടത്തം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം ഈ കുറച്ച് വർക്കൗട്ട് ചെയ്യുക, നന്നായി പോകണം. ഇങ്ങനെ ജിമ്മിൻ്റെ ഇതും കൂടി വന്നതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് മോർണിംഗ് വാക്കും നടക്കും, ജിമ്മും നടക്കും. അടിപൊളി, ഉഷാറാണ്, വളരെ ഉഷാറാണ്. നടക്കാനാണെങ്കിലും കളിക്കാനാണെങ്കിലും എല്ലാം കൊണ്ടും വളരെ സൗകര്യമാണ്. മഴക്കാലത്ത് മാത്രമല്ല വിഷമം ഉണ്ടാകുമെന്ന് മാത്രമേ. ജിമ്മ് ആണ് ഇതിന് അപ്പോൾ വയസ്സ് 70 വയസ്സായി, 74 വയസ്സായി. ഇപ്പോൾ ആ കളി എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കളിക്കുക. കുറച്ചെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. പാർക്കിൽ 34 വ്യത്യസ്ത ഇനം പക്ഷികളെ കണ്ടെത്തിയിട്ടുണ്ട്. 11 കിലോമീറ്റർ നീളമുള്ള ഈ കനാൽ കോരപ്പുഴയെയും കല്ലായിപ്പുഴയെയും ബന്ധിപ്പിക്കുന്നു. കോഴിക്കോട്ടെത്തുന്നവർ സരോവരം പാർക്ക് തീർച്ചയായും കാണണം. യാത്രയും പ്രകൃതിയും ഇഷ്ടപ്പെടുന്നവർക്ക് നിരവധി കാഴ്ചകളുണ്ട് ഇവിടെ. രാജേഷ് വെള്ളരിക്കുണ്ടിനും ആശിഷിനുമൊപ്പം സമീർ സി മുഹമ്മദ്, 24.
കോഴിക്കോട് പോകുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാവരും പോകുന്ന ഒരിടം ബീച്ചാണെങ്കിലും ഈ തൃശ്ശൂർ സ്വരാജ് റൗണ്ട് തേക്കിൻകാട് മൈതാനി എന്നൊക്കെ പറയുന്ന പോലെ നഗരത്തിനകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ്. ആ നഗരത്തിൻ്റെ ഒരു സ്വഭാവത്തെ തന്നെ നിശ്ചയിക്കുന്ന ഒരു ഇടം കൂടിയാണ് സരോവരം പാർക്ക്. അവിടെ ആ 74 വയസ്സുള്ള ചേട്ടൻ പറഞ്ഞിട്ടില്ലേ, വർക്കൗട്ട് ചെയ്യുക എല്ലാ ദിവസവും. അങ്ങനെ ഒരു പുതിയ ശീലത്തിന് കൂടി അവിടുത്തെ ഓപ്പൺ ജിം തുടക്കമിടുന്നു. അങ്ങനെ ഒരു ആരോഗ്യപൂർണ്ണമായ ഒരു സംസ്കാരം കൂടി വളർത്താൻ ആ പാർക്കിന് സാധിക്കുന്നുണ്ട്, ആ ജൈവ വൈവിധ്യത്തിനപ്പുറത്തേക്ക്.